വിയറ്റ്നാം വാർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വിയറ്റ്നാം എന്നതൊരു ദരിദ്ര രാജ്യമല്ലേ? ഏത് രാജ്യത്തിനും കയറി ഒറ്റയ്ക്ക് നിഷ്പ്രമമാക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. ഇതുതന്നെയാണ് അമേരിക്ക എന്ന വലിയ സൈനിക ശക്തിക്ക് സംഭവിച്ചത്. യന്ത്രത്തോക്കുകളും ആ കാലഘട്ടങ്ങളിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയുള്ള ബസൂക്ക പോലുള്ള മിസൈൽ ഗണ്ണുകൾക്കും അടിയറവ് പറയാതെ അവരുടെ സ്ഥിര ഉത്സാഹവും തൻ്റെ അടുത്ത തലമുറയെ സുരക്ഷിതമാക്കാൻ 19 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള കൃഷിപ്പണിക്കാരുടെയും പട്ടാളക്കാരുടെയും ചരിത്ര പോരാട്ടമാണ് വിയറ്റ്നാം വാർ. തിരിച്ചടിക്കാൻ സാധിക്കില്ലെന്ന് അവർക്കറിയാം. തിരിച്ചടിക്കാൻ സാധിച്ചില്ലെങ്കിലും എതിർക്കുക എന്നതാണ് വിയറ്റ്നാം ജനതയുടെ മനസ്സിലെന്ന്. അവർ പിടിച്ചെടുത്ത 4 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് പേടിയല്ല അവരുടെ ഉള്ളിലുണ്ടായിരുന്നത്. അമേരിക്ക സൈന്യത്തോടുള്ള കടുത്ത വിദ്വേഷവും വെറുപ്പുമാണ് ഉണ്ടായിരുന്നത്. പോകാം പുതിയൊരു വീഡിയോയിലേക്ക്. ഫ്രഞ്ച് കോളനി പോരാട്ടങ്ങളും ചൈനക്കാരുടെയും മംഗോളിയക്കാരുടെയും കടന്നാക്രമണങ്ങളും എല്ലാം തീർന്നപ്പോൾ വിയറ്റ്നാമിൽ ആകെ മൊത്തം ചോരക്കെടുതികളും ദാരിദ്ര്യവും ഉറ്റവരെ നഷ്ടപ്പെട്ട വേദനകളും കൊണ്ട് വിയറ്റ്നാം ഏറെ ശോകപൂർണ്ണമായിരുന്നു. ആ സമയത്താണ് അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചത്. ആ സമയങ്ങളിൽ ഒരു 19 വയസ്സുള്ള കുട്ടിയിൽ AK-47 മുതലായ ഗണ്ണുകൾ നൽകി പോർമുഖത്ത് ഇറക്കി വിട്ടാൽ വിജയം തീർച്ചയായും അമേരിക്കൻ സൈന്യത്തിനായിരിക്കും. അപ്പോഴാണ് വിയറ്റ്നാം കാട്ടുമൃഗങ്ങളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന തരം ബൂബി ട്രാപ്പ് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത്. കാടുകളെ ചുറ്റപ്പെട്ട ഒരു പ്രകൃതി ഘടനയാണ് വിയറ്റ്നാമിൽ ഉള്ളതുകൊണ്ട് തന്നെ ട്രാപ്പ് ഇവർക്ക് ഏറെ യൂസ്ഫുൾ ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കുന്തങ്ങളും മുളകളും മണ്ണിനടിയിൽ കുഴിച്ചിട്ട് അതിനു മുകളിൽ കരിയിലകളും മൂടി അവർ ട്രാപ്പ് ഉണ്ടാക്കുന്നതിനെയാണ് ഈ ബൂബി ട്രാപ്പ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ട്രാപ്പുകൾ നമുക്കിന്ന് പരിചയപ്പെടാം. ഈ ഓരോ ട്രാപ്പുകളും ഇവരെ ശാരീരികമായി മാത്രമല്ല മാനസികമായും തളർത്തിയിരുന്നു. എവിടെയൊക്കെ കെണികൾ ഒരുക്കിയിരുന്നുവെന്ന് അവർക്ക് ഇമാജിൻ ചെയ്യുന്നതിനും അപ്പുറമായിരുന്നു. എന്നാൽ അവർക്ക് ഓർഡർ കൊടുത്ത അധികാരികൾ വിചാരിച്ചാൽ മാത്രമേ അവർക്ക് വീടുകളിൽ പോകാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ യുദ്ധം അത്യന്താപേക്ഷിതമായിരുന്നു. നമ്പർ 1, പുഞ്ചി സ്റ്റിക്സ്. മുളകളും മറ്റ് കൂർത്ത മുനയുള്ള കുന്തങ്ങളും വാരിക്കുടികളിൽ ഉറപ്പിച്ചു വയ്ക്കുകയും മൂടിയായിട്ട് കരിയിലകളും മണ്ണും നിറയ്ക്കും. ശത്രുക്കൾക്ക് പെട്ടെന്ന് ഇത് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല. ഓടിയെടുക്കുന്ന സൈനികർ ഇതിൽ കുത്തിയിറങ്ങുകയും മരിക്കുകയോ അല്ലെങ്കിൽ വലിയ പരിക്കുകളിലൂടെയാണ് പുറത്തിറങ്ങിയത്. നമ്പർ 2, ട്രാപ്പ് ബ്രിഡ്ജ്. പാലങ്ങൾ പോലെ തോന്നുകയും എന്നാൽ നടന്നടുക്കുമ്പോൾ സൈനികർ മധ്യഭാഗത്ത് എത്തുന്നതോടുകൂടി പാലം രണ്ടായി പിളരും. അതുമാത്രമല്ല കൂർത്ത മുനയുള്ള കുന്തങ്ങൾ ഇതിനടിയിലും കാണും. ഇതിലൂടെ ഒരുപാട് സൈനികർ മരിക്കും. നമ്പർ 3, സ്പൈക്ക് ബോർഡ്. ഇതിലൊരു ബോർഡ് തറയിൽ സ്ഥാപിക്കും. മറ്റേ അറ്റത്തുള്ള സ്പൈക്ക് ശ്രദ്ധിക്കാതെ പോകുന്നു. അതിവേഗത്തിൽ വരുന്ന കൂർത്ത മുനയുള്ള സ്പൈക്ക് ചെസ്റ്റിലോ തലയിലോ കുത്തിയിറങ്ങും. വിചാരിക്കുന്നതിലും ഏറെ ഭയാനകമായിരുന്നു ഇത്. നമ്പർ 4, ബെയർ ട്രാപ്പ്. ഇതൊരു 2 ബോർഡ് കൂടിയ ട്രാപ്പാണ്. മണ്ണിനടിയിൽ 2 ബോർഡുകളിൽ സ്പൈക്ക് കാണും. ഇതിൽ ചവിട്ടുന്ന സൈനികന്റെ കാലുകളിൽ അതിദാരുണമായ രീതിയിൽ കൂർത്ത മുനകൾ തുളച്ചു കയറും. കാലുകൾ ഊരാനും വളരെ ബുദ്ധിമുട്ടാണ് ഇതിൽ. നമ്പർ 5, മെയ്സ് ട്രാപ്പ്. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ട്രാപ്പാണ്. വലിയ മരത്തടികളിൽ സ്പൈക്ക് ഉറപ്പിക്കുകയും ഒരു നൂല് പോലുള്ള ഭാഗം ഇതിൽ ഉറപ്പിച്ചിട്ടുണ്ടാവും. ഈ നൂലിൽ കാല് തട്ടുന്ന സൈനികന്റെ ദേഹത്തേക്ക് ഈ മരത്തടികൾ കുത്തിയിറങ്ങി സൈനികൻ മരിക്കും. നമ്പർ 6, ഗ്രാനൈറ്റ് ട്രാപ്പ്. ഒരു മരത്തിൽ ഒരു നേട് ഉറപ്പിക്കുകയും എൻ്റെ സൈഡിൽ നൂല് ഉപയോഗിച്ച് ഒരു മരത്തിൽ സ്ഥാപിക്കും. കാല് ഈ നൂലിൽ തട്ടുമ്പോൾ പിന്നെ ഒരു നേട് ആക്ടിവേറ്റ് ആകും. ഇത് പൊട്ടിത്തെറിച്ച് സൈനികൻ ചിന്ന ഭിന്നമായി മരിക്കും. നമ്പർ 7, സ്പിയർ ട്രാപ്പ്. ഇത് ഈ നേട് ട്രാപ്പ് പോലെ സിമിലർ ആണ്. അബദ്ധവശാൽ കാല് തട്ടുന്ന എനിമിയുടെ ചെസ്റ്റ് തുളച്ചു കയറുന്നത് ഒരു അമ്പാണെന്ന് മാത്രം. ഇത്രയും ജീനിയസ് ആയിട്ടുള്ള ബുദ്ധി കൊണ്ടാണ് വിയറ്റ്നാം തന്റെ പ്രവിശ്യയിൽ അതിക്രമിച്ചു കയറുന്ന സൈനികരെ മുഴുവൻ വകവരുത്തിയത്. ഏകദേശം 58,000 വരെ വരുന്ന സൈന്യത്തെ വിയറ്റ്നാം സൈന്യം വകവരുത്തി എന്ന് തന്നെ പറയാം. മറ്റൊരു പുതിയ വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.